ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈവൻ ദ പൊസിഷൻ വെക്ടർ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആ കറസ്പോണ്ടിങ് ടേമില് എക്സ് വൈ ഇസഡിന്റെ ഡയറക്ഷൻ കാണിക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഇവിടെ നമുക്ക് ഐ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ ഇൻ ദ എക്സ് ഡയറക്ഷൻ ആണ്. ജെ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ ഇൻ ദ വൈ ഡയറക്ഷൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 0. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പൊസിഷൻ വെക്ടർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിത്തിൻ 0 ടൈമില് അതിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെക്ടറിന്റെ എന്താണ് ഡയറക്ഷൻ ഇല്ലാതെ അതിന്റെ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? അതാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. നമുക്ക് നോക്കാം. ബേസിക് കോൺസെപ്റ്റ് ഓഫ് എന്താണ് ലീനിയർ മോഷൻ നമുക്കറിയാം. പൊസിഷൻ തന്നാലാണ്, അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ തന്നാല് അതിന് ഞാൻ എക്സ് എന്ന് എടുക്കുന്നു, പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ എക്സ് എന്ന് എടുക്കുന്നു. അന്നേരം പൊസിഷൻ വെക്ടർ തന്നാല് അതിന്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി നമുക്കറിയാം എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആയിരിക്കും. ദെർഫോർ വെലോസിറ്റി ഈക്വൽ ടു എന്തായിരിക്കും? dx ബൈ dt ആയിരിക്കും. ഇവിടെ ടൈം ആണ് വേരിയബിൾ ക്വാണ്ടിറ്റി. ദെർഫോർ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പൊസിഷൻ വെക്ടറിനെ ഞാൻ അസ്യൂം ചെയ്യുന്നു എക്സ് ഈക്വൽ ടു e⁻³ പ്ലസ് എന്തായിരിക്കും? 2 ടൈംസ് സൈൻ 3t j ആയിരിക്കും. ഓക്കെ, ഇതാണ് പൊസിഷൻ വെക്ടർ. ദെർഫോർ വെലോസിറ്റി എനിക്ക് എഴുതാം. വെലോസിറ്റി പൊസിഷൻ വെക്ടർ ആണെങ്കിൽ കറസ്പോണ്ടിങ് വെലോസിറ്റി എന്തായിരിക്കും? വെക്ടർ ആയിരിക്കും. എപ്പോഴും എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ദെർഫോർ വെലോസിറ്റി ഈക്വൽ ടു നമുക്ക് പറയാം d/dt ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്തായിരിക്കും? പൊസിഷൻ ആയിരിക്കും. ഈക്വൽ ടു എന്താണ്? d/dt ഓഫ് i⁻³ പ്ലസ് j2 സൈൻ എന്തായിരിക്കും? 3t ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേറ്റ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താല് ഇൻ ജനറൽ d/dt ഓഫ് e⁻at എന്തായിരിക്കും? ഈക്വൽ ടു എന്ത് ടേം വന്നാലും ഏത് ഫംഗ്ഷൻ വന്നാലും ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്തായിരിക്കും? ആ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. ഇവിടെ e⁻+at ആണ്, ഞാൻ -18 എടുക്കുന്നു. ഇവിടെ e⁻−3t ഫോമിലായതുകൊണ്ട് e⁻−18 എടുക്കുന്നു. Therefore d/dt ഓഫ് e⁻−18 എന്തായിരിക്കും? e⁻−18 മൾട്ടിപ്ലൈഡ് വിത്ത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മൾട്ടിപ്ലൈഡ് വിത്ത് ആ ഫംഗ്ഷന്റെ എക്സ്പൊണൻഷ്യൽ പവർ ആയിട്ട് വന്ന ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് എന്ത് ചെയ്യും? വീണ്ടും മൾട്ടിപ്ലൈ. അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഡിഫറൻസിയേഷന്റെ ചെയിൻ റൂൾ എന്ന് പറയാം. Therefore e⁻−18 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? -80യുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. -a കോൺസ്റ്റന്റ് ആണ്. ടിയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? t⁻n ഡിഫറൻസിയേഷൻ നമുക്കറിയാം n × t⁻n−1 ആണ്. Therefore t⁻1ന്റെ ഡെറിവേറ്റീവ് 1 × t⁻1−1 ഈക്വൽ ടു 1 ആയിട്ട് മാറും. Therefore ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? -a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore ഫസ്റ്റ് i മൾട്ടിപ്ലൈഡ് വിത്ത് e⁻−3tയുടെ ഡിഫറൻസിയേഷൻ എന്തായിട്ട് മാറും? i × e⁻−3t മൾട്ടിപ്ലൈഡ് വിത്ത് -3tയുടെ ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും? -3 ആയിട്ട് മാറും. പ്ലസ് j × ഡിഫറൻസിയേഷൻ ഓഫ് 2 ടൈംസ് സൈൻ 3t ആണ്. നമുക്കറിയാം d/dt ഓഫ് സൈൻ 80 ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ ഓഫ് ഏത് ഫംഗ്ഷൻ വന്നാലും സൈൻ ഓഫ് 80t അല്ലെങ്കിൽ സൈൻ ഓഫ് t², സൈൻ ഓഫ് √t, സൈൻ ഓഫ് ഏത് ഫംഗ്ഷൻ വന്നാലും എന്താണ്? ചെയിൻ റൂൾ എടുക്കുമ്പോൾ സൈന്റെ ഡിഫറൻസിയേഷൻ എന്തായിരിക്കും? കോസ് ആയിരിക്കും. 80യുടെ ഡിഫറൻസിയേഷൻ a കോൺസ്റ്റന്റ് ആണ്. ടിയുടെ ഡിഫറൻസിയേഷൻ എന്തായിരിക്കും? a ആയിരിക്കും. Therefore സൈൻ 80യുടെ ഡിഫറൻസിയേഷൻ a cos 80 ആയിരിക്കും. സിമിലർലി സൈൻ 3tയുടെ ഡിഫറൻസിയേഷൻ എന്തായിരിക്കും? സൈൻ 3tയുടെ ഡിഫറൻസിയേഷൻ ഓൾറെഡി ഒരു 2 കോൺസ്റ്റന്റ് ഉണ്ട്. സൈൻ 3tയുടെ ഡിഫറൻസിയേഷൻ 3 cos 3t ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി?
കറസ്പോണ്ടിങ് വെലോസിറ്റി വെക്ടർ കിട്ടി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0 മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Therefore, ഈ കിട്ടിയ വെലോസിറ്റിയില് ടിക്ക് പകരം എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. Therefore, ഇക്വേഷൻ എന്തായിട്ട് മാറും? e⁻0 ഈ പർട്ടിക്കുലർ ടേം 1 ആയിട്ട് മാറും. Therefore, -3 multiplied with 1 ഈക്വൽ ടു എന്തായിട്ട് മാറും? -3 ടൈംസ് i ആയിട്ട് മാറും. i എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്. പ്ലസ് കോസ് 3t ടിക്ക് പകരം 0 കൊടുത്താൽ എന്തായിട്ട് മാറും? കോസ് 0 ആയിട്ട് മാറും. കോസ് 0 ഈവൻ ആയിരിക്കും. കോസ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. എല്ലാ ഈവൻ ഫംഗ്ഷൻസിന്റെയും ടൈം ടി ഈക്വൽ ടു 0 വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം കൊസൈൻ ഓഫ് 0 ഈക്വൽ ടു എന്തായിരിക്കും? സോറി, എല്ലാ ഈവൻ ഫംഗ്ഷൻസിന്റെയും ടി ഈക്വൽ ടു 0 വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. എല്ലാ ഈവൻ ഫംഗ്ഷൻസ് എടുത്താലും അതിന്റെ ഒറിജിനൽ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം കൊസൈൻ ഓഫ് 0 ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. Therefore, 2 into 3 into 1 equal to 6 times j ആയിട്ട് മാറും. j എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ വെക്ടർ ആണ്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Therefore, ഈ ക്വാണ്ടിറ്റിയുടെ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇൻ ജനറൽ നമുക്കറിയാം xi പ്ലസ് yj ആണ് ഒരു വെക്ടർ എങ്കില്, xi പ്ലസ് yj ആണ് ഒരു വെക്ടർ എങ്കില് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. xi പ്ലസ് yj പ്ലസ് ഇസഡ് ടൈം കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ ഒരു എന്താണ് നോൺ സീറോ വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിട്ട് മാറും? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, അന്നേരം therefore ഇവിടെ എക്സിന് പകരം 3 ആണ് വന്നിരിക്കുന്നത്, വൈക്ക് പകരം 6 ആണ് വന്നിരിക്കുന്നത്. therefore ഇക്വേഷൻ എന്തായിട്ട് മാറും? സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 ആയിട്ട് മാറും. 6 സ്ക്വയർ എന്തായിട്ട് മാറും? 36 ആയിട്ട് മാറും. ഈക്വൽ ടു 36 പ്ലസ് 9 ഈക്വൽ ടു എന്തായിട്ട് മാറും? സ്ക്വയർ റൂട്ട് ഓഫ് 45 ആയിട്ട് മാറും. ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 45 ഓപ്ഷനിലില്ല. therefore സ്ക്വയർ റൂട്ട് ഓഫ് 45 നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 9 into 5 ആണെന്ത്? 45. 9 റൂട്ടിന് പുറത്ത് വന്നാല് അത് സ്ക്വയർ റൂട്ട് ഓഫ് 9 ആയിട്ട് മാറും. ഈക്വൽ ടു 3 ആയിട്ട് മാറും. therefore ആൻസർ ഈക്വൽ ടു എന്തായിരിക്കും? 3 ടൈംസ് റൂട്ട് 5 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. അന്നേരം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. വെലോസിറ്റി വെക്ടർ തന്നിട്ട് പൊസിഷൻ വെക്ടർ കാണാൻ, അല്ലെങ്കിൽ വെലോസിറ്റി തന്നിട്ട് ആക്സിലറേഷൻ കാണാൻ, അല്ലെങ്കിൽ പൊസിഷൻ തന്നിട്ട് വെലോസിറ്റി കാണാൻ. ആ ടൈപ്പ് ഓഫ് എന്താണ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ്. അന്നേരം എപ്പോഴും ഓർത്തിരിക്കുക എന്താണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാൽക്കുലസിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അന്നേരം കാൽക്കുലസിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം എന്താണ് ഡിഫറൻസിയേഷൻസും അല്ലെങ്കിൽ ഇന്റഗ്രേഷൻസും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പൊസിഷനിൽ നിന്ന് വെലോസിറ്റി കാണാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും. പൊസിഷനിൽ നിന്ന് ആക്സിലറേഷൻ കാണാൻ പറഞ്ഞാല് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സിമിലർലി ആക്സിലറേഷനിൽ നിന്ന് വെലോസിറ്റി കാണാൻ പറഞ്ഞാല് ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആയ അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ് ആയ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണം. എന്താണ് ആക്സിലറേഷനെ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് പൊസിഷൻ വെക്ടർ കിട്ടും. എന്നിട്ട് ഇത്രയും ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ മൈനസ് എക്സ് സ്ക്വയർ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്താണ്? എക്സ്പൊണൻഷ്യൽ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ ദ ഗിവൺ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ് ആണെന്ന് പറയുന്നുണ്ട്. ആ ഫംഗ്ഷൻ ടെൻസ് ടു 1, ഫംഗ്ഷന്റെ വാല്യൂ 1 ആകുന്നു വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. എക്സ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? 1 അപ്രോച്ച് ചെയ്യുന്നു. ഓപ്ഷൻ സി ഇസ് ഓൾവേസ് ഡിക്രീസിങ്. ഇതൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ഫംഗ്ഷൻ ടെൻസ് ടു 0 വെൻ എക്സ് ടെൻസ് ടു എന്താണ്? വെൻ എക്സ് ടെൻസ് ടു
മൈനസ് ഇൻഫിനിറ്റി. എന്താണ് പറയുന്നത്? ഫംഗ്ഷൻ ടെൻസ് 0 വെൻ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. നമുക്ക് നോക്കാം തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. പക്ഷെ ആ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ പവർ എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് എക്സ് അല്ല, എന്താണ്? എക്സ് സ്ക്വയർ ആണ്. എക്സ് അല്ല, എക്സ് സ്ക്വയർ ആണ്. നമുക്ക് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറിയാം, ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2 പൈ സിഗ്മ സ്ക്വയർ എക്സ്പൊണൻഷ്യൽ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയറും ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയറും എക്സ്പൊണൻഷ്യലിന്റെ പവർ ആയിട്ടാണ് വരുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് പറയാം? ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയാം. ഇവിടെ മ്യൂവിന്റെ വാല്യൂ 0യും മ്യൂ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യുന്നു, സിഗ്മ ഈക്വൽ ടു 1 എന്ന് അസ്യൂം ചെയ്യുന്നു. therefore ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഇക്വേഷൻ 1/√2 പൈ e raised to minus x square divided by 2 ആയിട്ട് മാറും. therefore ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷനും ഏത് ഫോമിലാണ്? ഒരു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു ഗോഷ്യൻ ഇക്വേഷന്റെ സെയിം പർട്ടിക്കുലർ ഫോർമാറ്റിലാണ്. ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷന്റെ എന്താണ്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? എക്സ് ആക്സിസിലും. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് റാൻഡം വേരിയബിൾ ആയിരിക്കും. ഈ കിട്ടിയ ഇക്വേഷൻ എന്തായിരിക്കും? ആ റാൻഡം വേരിയബിളിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ റാൻഡം വേരിയബിളിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി നമുക്ക് എന്തെന്ന് പറയാം? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. അതിനെ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഈ പർട്ടിക്കുലർ ഷേപ്പിലായിരിക്കും, ഒരു ബെൽ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. മ്യൂ 0 ആണെങ്കിൽ, ആവറേജ് വാല്യൂ 0 ആണെങ്കിൽ അതിന്റെ ഒറിജിൻ എവിടെ തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. ഒറിജിനിലായിരിക്കും മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ആ സെയിം ഫംഗ്ഷൻ തന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? എക്സ്പൊണൻഷ്യൽ മൈനസ് എക്സ് സ്ക്വയറില് എക്സ് പോസിറ്റീവ് ആണെങ്കിലും എക്സ് നെഗറ്റീവ് ആണെങ്കിലും ഓൾവേസ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. എക്സ് പോസിറ്റീവ് ആണെങ്കിലും എക്സ് നെഗറ്റീവ് ആണെങ്കിലും എക്സ് സ്ക്വയർ ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾക്കറിയാം. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്, അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ ആണ്. therefore എക്സ് നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിലും എക്സ് പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിലും എക്സ് സ്ക്വയർ എടുക്കുമ്പം അതിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. therefore ഇവിടുത്തെ ടേമില് ഇ റേസ് ടു നെഗറ്റീവ് വരുന്ന ടേം ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ടൈം ആയിരിക്കും. ഓൾവേസ് പോസിറ്റീവ് ടൈം ആയിരിക്കും. നമുക്കറിയാം ഇ റേസ് ടു മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എ ആണ്. ഓക്കെ, ഇഫ് എ ഈസ് പോസിറ്റീവ് ദെൻ ഇ റേസ് ടു മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അതായിരിക്കും ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടുത്തെ എയുടെ വാല്യൂ 0 ആയിട്ട് മാറിയാല് നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു വെൻ എ ഈക്വൽ ടു 0, ഇ റേസ് ടു 0 എന്തായിട്ട് മാറും? എക്സ്പൊണൻഷ്യൽ റേസ് ടു 0. എനി നാച്ചുറൽ നമ്പർ റേസ് ടു ദ പവർ 0 1 ആയിരിക്കും. therefore ഇ റേസ് ടു 0 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഇവിടെ എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പം ഇ റേസ് ടു എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. 1 ഹയർ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ എയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയാലേ വെൻ എ ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇവിടെ ഇ റേസ് ടു ഇൻഫിനിറ്റി ഈക്വൽ എന്തായിട്ട് മാറും? 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 0 ആയിട്ട് മാറും. ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റ് നമ്പർ ആണ്. അതിന്റെ വാല്യൂ എന്താണ്? 2.71 സംതിങ് ആണ്. therefore അത് റേസ് ടു ഒരു ലാർജ് വാല്യൂ എടുത്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? വെരി ലാർജ് വാല്യൂ ആയിരിക്കും. therefore 1 ഡിവൈഡഡ് ബൈ ലാർജ് വാല്യൂ വെരി സ്മോൾ ആയിരിക്കും.
അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഇൻഫിനിറ്റി ആയിരിക്കും. സോറി, 1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി വരും. ദെർഫോർ 1 ബൈ ഇൻഫിനിറ്റി എന്തായിട്ട് മാറും? അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് മാറും. ദെർഫോർ എയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ e−x²ല് എക്സിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് e−x² എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻഫിനിറ്റിയില് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? 0 അടുത്തുകൊണ്ടേയിരിക്കും. സിമിലർലി നെഗറ്റീവ് വാല്യൂ ഓഫ് എ ആണെങ്കിൽ ഇവിടെ e⁻ വന്നാല് ഇവിടുത്തെ കറസ്പോണ്ടിങ് എക്സ് എന്താണ്? സ്ക്വയർ ആണ്. ദെർഫോർ എക്സ് നെഗറ്റീവ് ആണെങ്കിലും x² എടുക്കുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. x² എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ദെർഫോർ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? e⁻ ഓഫ് ഒരു വാല്യൂ തന്നെയായിരിക്കും വീണ്ടും കിട്ടുന്നത്. ദെർഫോർ റൈറ്റിലോട്ടുള്ള വേരിയേഷൻ തന്നെയായിരിക്കും എങ്ങോട്ട് വരുന്നത്? ലെഫ്റ്റിലോട്ട് വരുന്നത്. കാരണം എന്താണ്? ഇവിടെ x² എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓൾവേസ് e⁻ ഓഫ് പോസിറ്റീവ് നമ്പർ എന്തായിരിക്കും? e⁻a ഫോർമാറ്റിലായിരിക്കും. ദെർഫോർ എയുടെ വാല്യൂ കൂടുമ്പം e⁻, ആ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ദെർഫോർ നമുക്ക് എന്ത് ഷേപ്പ് കിട്ടും? ഒരു ബെൽ ഷേപ്പിൽ കിട്ടും. അവിടുത്തെ വാല്യൂ മാക്സിമം ആവുന്ന എവിടെ ആയിരിക്കും? വെൻ x = 0 ആകുമ്പോഴായിരിക്കും. അവിടുത്തെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാല് e⁻x²ല് x ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആയാല് e⁻x² ടെൻസ് ടു എന്തായിട്ട് മാറും? ടെൻസ് ടു 0 ആയിട്ട് മാറും. ദെർഫോർ ഓപ്ഷൻസ് നോക്കിയാല് ഇത് ഫസ്റ്റ് ഓപ്ഷൻ ഓൾവേസ് ഇൻക്രീസിങ് റോങ് ആണ്. കാരണം എന്താണ്? ഓൾവേസ് ഇൻക്രീസിങ് അല്ല, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റിലോട്ട് നോക്കിയാൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലെഫ്റ്റിലോട്ട് നോക്കിയാൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് മൈനസ് ഇൻഫിനിറ്റിന്ന് റൈറ്റിലോട്ട് നോക്കിയാൽ എന്താണ്? ഇൻക്രീസിങ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇൻക്രീസിങ് ആണ്. x = 0 വരെ ഇൻക്രീസിങ് ആണ്. 0 കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? ഡിക്രീസിങ് ആണ്. ദെർഫോർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓപ്ഷൻ എ ആൻഡ് സി നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഓപ്ഷൻ ബി ഇതാണ്. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പം f(x) ടെൻസ് ടു 1 എന്നാണ്. അത് റോങ് ആണ്. നമുക്കറിയാം e⁻ നമ്പർ എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആയാല് e⁻∞ ആയിരിക്കും കിട്ടുന്നത്. ദെർഫോർ e⁻ ഓഫ് ഇൻഫിനിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദെർഫോർ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻ ദ ഫോം ഓഫ് എന്തായിരിക്കും? ഒരു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് ഓൾറെഡി നമുക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ പറയാം. ഫംഗ്ഷൻ ടെൻസ് 0 വെൻ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റിയിലും നെഗറ്റീവ് ഇൻഫിനിറ്റിയിലും അതിന്റെ മാക്സിമം വാല്യൂ വെൻ എക്സ് ടെൻസ് 0-ലായിരിക്കും. അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതൊരു സിമെട്രിക്കൽ ഫംഗ്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാല് 2 പോയിന്റ് എടുത്താല് ഏരിയ ഓൾവേസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പോസിറ്റീവ് സൈഡിലെ ഏരിയയും നെഗറ്റീവ് സൈഡിലെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇന്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ cos θ ഡിവൈഡഡ് ബൈ sin θ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ തവണയും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എന്താണ്? ഇന്റഗ്രൽ ഓഫ് കോഷ്യന്റ്. ഒരു കോഷ്യന്റ് അല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്താണ്? ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഫംഗ്ഷന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇന്റഗ്രേഷനിലെ ലിമിറ്റ് കാണത്തില്ല. തിരിച്ച് ലിമിറ്റ് വന്നാൽ അത് എന്തായിട്ട് മാറും? ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ ആയിട്ട് മാറും. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇന്റഗ്രേഷന്റെയും ഡിഫറൻസിയേഷന്റെയും ക്വസ്റ്റ്യൻസ് തന്നാല് അത് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഓർക്കേണ്ട കാര്യം അതിലെ ഓപ്ഷൻസിന്റെ പ്രത്യേകതയാണ്. ഇവിടെ നോക്കിയാല് 2 ഓപ്ഷൻസില് ലോഗ് ഉണ്ട്. 2 ഓപ്ഷൻസിൽ എന്തുണ്ട്? ലോഗ് ഉണ്ട്. ബാക്കി 2 ഓപ്ഷൻസിലും എന്തില്ല? ലോഗ് ടേം ഇല്ല. അന്നേരം നമുക്ക് ഈ ഫംഗ്ഷന്റെ പ്രത്യേകത നോക്കാം. മിക്കവാറും കേസില് എന്താണ്? കോഷ്യന്റ് ആയിട്ട് തന്നാല് അല്ലെങ്കിൽ ഇന്റഗ്രൽ എ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ അനദർ ഫംഗ്ഷന്റെ ഫോമിൽ തന്നാല് p(x) ഡിവൈഡഡ് ബൈ q(x) തന്നാല് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് q(x) ഉം p(x) ഉം തമ്മിലുള്ള
റിലേഷൻ ആണ്. അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സിനെ ഇൻ ടേംസ് ഓഫ് പി ഓഫ് എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണോ പി ഓഫ് എക്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നതെങ്കിൽ. ഇപ്പൊ എക്സാമ്പിള് ഞാൻ എടുക്കുന്നു, ഡിനോമിനേറ്റർ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുന്നു, ന്യൂമറേറ്റർ അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എന്ന് എടുക്കുന്നു. ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ തന്നാലും നമുക്കറിയാം, നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്തായിരിക്കും, ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ ടി എന്ന് അസ്യൂം ചെയ്യും. ദർഫോർ ഇത് ഏത് ഫോമിലായിട്ട് മാറും, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ദർഫോർ എഫ് ഓഫ് എക്സ്, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടി എന്ന് അസ്യൂം ചെയ്താൽ ഇത് ഏത് ഫോർമാറ്റിലായിരിക്കും, ഇന്റഗ്രൽ ഡി ടി ഡിവൈഡഡ് ബൈ ടി ഫോർമാറ്റിലായിരിക്കും. നമുക്കറിയാം ഇന്റഗ്രൽ ടി ഡിവൈഡഡ് 1/t ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി ആയിരിക്കും. ഇപ്പോഴും ഓർത്തിരിക്കുക, ഡിനോമിനേറ്ററിന്റെ കോഎഫിഷ്യന്റ് ആണ് ന്യൂമറേറ്ററിലെങ്കിൽ നമ്മൾ ആൻസർ എന്തായിരിക്കും, ആൻസർ ഈക്വൽ ടു ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി ആയിരിക്കും ആൻസർ. ഓക്കെ, അന്നേരം ഇവിടെ നോക്കിയാല്, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാല് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് ആരാണ്, സൈൻ തീറ്റി ആണ്. ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്ന ആരാണ്, സൈന്റെ ഡെറിവേറ്റീവ് ആയ കോസ് ആണ്. ദർഫോർ നമുക്ക് ജസ്റ്റ് ഒന്നും ആലോചിക്കാണ്ട് ആൻസർ പറയാം. ആൻസർ ഈക്വൽ ടു എന്തായിരിക്കും, ലോഗ് മോഡ് സൈൻ തീറ്റ പ്ലസ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ലോഗിന് മോഡുലസ് കൊടുത്തത്, നമുക്കറിയാം ലോഗ് ഓൾവേസ് ഡിഫൈൻഡ് ഫോർ എന്തായിരിക്കും, പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ലോഗ് ഓൾവേസ് ഡിഫൈൻഡ് ഫോർ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിള്, ലോഗ് ഞാൻ അസ്യൂം ചെയ്യുന്നു ലോഗ് 8⁻². എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ലോഗ് 8⁻². ആണ്. അതിന്റെ മീനിങ് എന്താണ്, ഇവിടുത്തെ ബേസ് ഇവിടുത്തെ ലോഗ് 8ന്റെ ബേസ് എന്താണ്, 2 ആണ്. അന്നേരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2ന്റെ ഏതോ പവറിൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. ആ പവർ ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്കറിയാം 2x ഈക്വൽ ടു 8 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, 3 ആയിരിക്കും. ദർഫോർ ആൻസർ എന്തായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ 8ന് പകരം ഞാൻ -8 കൊടുത്തു. നമുക്കറിയാം 2ന്റെ ഏത് പവർ എടുത്താലും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, പ്ലസ് ഇൻഫിനിറ്റി, നെഗറ്റീവ് ഇൻഫിനിറ്റി, ഏത് നമ്പർ എടുത്താലും ഒരിക്കലും ആ നമ്പർ എന്താകത്തില്ല, നെഗറ്റീവ് ആവത്തില്ല. ഓൾവേസ് എന്തായിരിക്കും, ഓൾവേസ് ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 0ക്കാളും എന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. ഒരിക്കലും ലോഗിന്റെ ബേസ് എന്താകത്തില്ല, ലോഗിന്റെ ബേസ് നെഗറ്റീവ് ആകത്തില്ല. ദർഫോർ ലോഗിന്റെ ബേസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ വരേണ്ട നമ്പർ എന്തായിരിക്കണം, ആ ബേസിന്റെ പവർ ആയിട്ട് വരുന്ന നമ്പർ ആയിരിക്കണം. ദർഫോർ ഓൾവേസ് ലോഗ് ഈസ് ഡിഫൈൻഡ് ഫോർ എന്തായിരിക്കും, പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ എടുത്താല്, ലോഗ് x⁻10 ഈക്വൽ ടു y ആണെങ്കിൽ, ലോഗ് x⁻10 ഈക്വൽ ടു y ആണെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, 10 y ആയിരിക്കണം നമുക്ക് എന്ത് കിട്ടേണ്ടത്, എക്സ് കിട്ടേണ്ടത്. 10 എനി നമ്പർ ഓൾവേസ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ദർഫോർ എക്സ് എന്തായിരിക്കണം, ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കണം. ദർഫോർ ലോഗ് ഡിഫൈൻ ചെയ്യുമ്പം അവിടെ എന്തായാലും എന്ത് വേണം, മോഡുലസ് വേണം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സൈൻ എന്ന് പറയുന്നത് എന്താണ്, ഓസിലേറ്റിംഗ് വേവ് ആണ്. അതിന്റെ +1നും -1നും ഇടയിലുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും വരാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് വരാം. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തിനു മാത്രമായിരിക്കും, പോസിറ്റീവ് വാല്യൂവിന് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഫംഗ്ഷന്റെ എന്താണ് ഇന്റഗ്രൽ ഫോം ലോഗ് വരുവാണെങ്കിൽ അവിടെ എന്ത് എക്സ്ട്രാ കൊടുക്കുന്നത്, മോഡുലസ് കൊടുക്കുന്നത്. അന്നേരം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ തന്നിട്ടുണ്ട്, എന്താണ്, ഇന്റഗ്രൽ ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ പവർ സൈൻ തീറ്റ മൾട്ടിപ്ലൈഡ് വിത്ത് കോസ് തീറ്റ ഡി തീറ്റ ആണ്. ഇവിടെയും എന്താണ്, എക്സ്പോണൻഷ്യൽ പവർ ആയിട്ട് വന്ന സൈനും അതിന്റെ താഴെ വന്ന കോസും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ റിലേഷൻ കാണും.
എന്താണ് അല്ലാതെ ഈ ക്വസ്റ്റ്യനില് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നിന്നാല് അത് ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ എക്സ്പൊണൻഷ്യൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ എക്സ്പൊണൻഷ്യൽ പവറും അതുപോലെ ആ എക്സ്പൊണൻഷ്യൽ പവറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ടേംസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കാണും. ഓക്കെ, ഇവിടെ നോക്കിയാല് സൈൻ എടുത്താല് സൈനിന്റെ ഡെറിവേറ്റീവ് ആണെന്ത് കോസ് തീറ്റ. ദർഫോർ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏത് ഫോർമാറ്റിലാണ്? എക്സ്പൊണൻഷ്യൽ പവർ എഫ് ഓഫ് എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഫോർമാറ്റിലാണ്. ഏത് ഫോർമാറ്റിലാണ്? എക്സ്പൊണൻഷ്യൽ പവർ എഫ് ഓഫ് എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഫോർമാറ്റിലാണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാല് നമ്മൾ അസ്യൂം ചെയ്യും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ വേരിയബിൾ ടി എന്ന് അസ്യൂം ചെയ്യും. ദർഫോർ എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ഡി ടി ആയിട്ട് മാറും. ദർഫോർ ഒറിജിനൽ ഇന്റഗ്രേഷൻ എന്തായിട്ട് മാറും? എക്സ്പൊണൻഷ്യൽ ടി ഡി ടി ആയിട്ട് മാറും. ഇ റേസ് ടു ടിയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ടി തന്നെയാണ്. ദർഫോർ ഇ റേസ് ടു ടിയുടെ ഇന്റഗ്രേഷൻ എന്ത് തന്നെ ആയിരിക്കും? ഇ റേസ് ടു ടി തന്നെ ആയിരിക്കും. ദർഫോർ ഫൈനൽ ആൻസർ ഈക്വൽ ടു എന്തായിരിക്കും? ഇ റേസ് ടു ഒറിജിനൽ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും ആൻസർ. കാരണം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് എഫ് ഓഫ് എക്സിന് പകരം സൈൻ തീറ്റയാണ്. ദർഫോർ ഇ റേസ് ടു എഫ് ഓഫ് എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് എഫ് ഡാഷ് എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? ചെയ്ത് നോക്കാണ്ട് തന്നെ നമുക്ക് പറയാം എക്സ്പൊണൻഷ്യൽ സൈൻ തീറ്റ തന്നായിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് ആണ് കോസ് തീറ്റ. ദർഫോർ സൈൻ തീറ്റ ടി അസൈൻ ചെയ്താല് ഇ റേസ് ടു ടി ഡി ടി ആയിട്ട് മാറും. ഇ റേസ് ടു ടി ഡി ടിയുടെ ഇന്റഗ്രേഷൻ ഇ റേസ് ടു ടി തന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? Consider the initial value problem dy by dx equal to y square. Differentiation of a function y equal to square of the same function എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നിട്ടുണ്ട് the initial value of the function y of x equal to ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് y of x ന് പകരം 0 വന്നാൽ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഒന്നുകൂടി പറയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനില് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എടുത്താല് വൈ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എഫ് ഓഫ് 0 ആണ്. എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 0 കൊടുത്താല് കറസ്പോണ്ടിങ് ഫംഗ്ഷന്റെ വാല്യൂ അതാണ് വൈ ഓഫ് 0 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ സെയിം ക്വസ്റ്റ്യനില് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടുത്തെ വൈയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഇവർ ചോദിച്ചിരിക്കുന്നതാണ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇന്റർവെൽസ് യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ്. ഈ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് ഇന്റർവെല്ലിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനില് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് എന്താണ് ആ ഇക്വേഷൻ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഡിഫറൻഷ്യൽ ടേംസ് വന്നാല് ആ ഡിഫറൻഷ്യൽ ടേംസിനെ അവോയ്ഡ് ചെയ്യുന്ന എന്താണ് മെത്തേഡാണ് എന്ത്? സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്, അതുപോലെ അല്ലെങ്കിൽ അതിനെ എന്താണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. പല ഫോർമാറ്റിലും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നാല് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. ഒരു വേരിയബിളും അതിന്റെ ഡിഫറൻഷ്യൽ ടേമും ഒരു സൈഡിൽ മാത്രമാക്കി മാറ്റുക. ഇവിടെ നോക്കിയാല് വൈ സ്ക്വയർ ടേം റൈറ്റിലും അതിന്റെ ഡിഫറൻഷ്യൽ ടേം ഡി വൈ ലെഫ്റ്റിലും വന്നിട്ടുണ്ട്. ദർഫോർ നമുക്ക് ഒരുമിച്ചാക്കിയാൽ എങ്ങനെ എഴുതാം? വൈ സ്ക്വയറിനെ താഴെ ഡിവൈഡ് ചെയ്തു, കറസ്പോണ്ടിങ് ഡി എക്സിനെ റൈറ്റിൽ കൊണ്ടുപോയി. ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ വേരിയബിൾസിനെ ജസ്റ്റ് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈസി ആയിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റൈറ്റിലും ലെഫ്റ്റിലും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു അനദർ ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻ ഈക്വൽ ടു എന്തായിരിക്കും? ഇന്റഗ്രേഷൻ ഓഫ് അനദർ ഫംഗ്ഷൻ ആയിരിക്കും. ദർഫോർ എന്താണ് റൈറ്റിലും ലെഫ്റ്റിലും ഒരേപോലെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഡി വൈ ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു എന്തായിട്ട് മാറും? നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ വൈ ഈക്വൽ ടു എന്തായിരിക്കും? -1 ബൈ വൈ സ്ക്വയർ ആയിരിക്കും. ദർഫോർ ഇന്റഗ്രേഷൻ ഓഫ് -1 ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു എന്തായിട്ട് മാറും?
1/y ആയിട്ട് മാറും. ഇവിടുത്തെ നെഗറ്റീവ് കളഞ്ഞാല് ലെഫ്റ്റിൽ എന്ത് വരും? മൈനസ് വരും. ദർഫോർ ഓർത്തിരിക്കുക 1/y² ഇന്റഗ്രേഷൻ എന്തായിരിക്കും? -1/y ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം 1/y² ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? y⁻² ആയിട്ട് മാറും. ജനറൽ ഇക്വേഷൻ ഓഫ് ഇന്റഗ്രൽ x⁻n അല്ലെങ്കിൽ y⁻n dy എന്തായിരിക്കും? y⁻n+1/n+1 ആയിരിക്കും. ഇവിടെ -2 ആണ്. ദർഫോർ y⁻² എന്ത് വരും? y⁻²-2+1 /-2+1. -2+1 എന്താണ്? -1 ആണ്. ഡിനോമിനേറ്ററിലെ -2+1 -1 ആയിട്ട് മാറും. y⁻−1 എന്തായിട്ട് മാറും? 1/y ആയിട്ട് മാറും. എക്സ്ട്രാ ഒരു നെഗറ്റീവ് കൂടെ വരും. ദർഫോർ ലെഫ്റ്റ് സൈഡില് നമുക്ക് എന്താണ് ഇവിടെ ഉള്ളത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ലെഫ്റ്റ് സൈഡിലുള്ളത് 1/y² ആണ്. അതിന്റെ ഇന്റഗ്രേഷൻ -1/y ആയിട്ട് മാറും. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാല് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ കറസ്പോണ്ടിങ് വേരിയബിള് എക്സ് തന്നെ കിട്ടും. പ്ലസ് എന്ത് കാണും? ഒരു ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി കാണും. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് y(0) എന്താണെന്ന്? 1 ആണെന്ന്. എന്ന് പറഞ്ഞാല് എക്സിന് 0 കൊടുത്താല് കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദർഫോർ ഈ ഇക്വേഷനില് എക്സിന് 0 കൊടുത്താല് റൈറ്റ് സൈഡിൽ 0+c ആയിട്ട് മാറും. ലെഫ്റ്റ് സൈഡിൽ y എന്തായിട്ട് മാറണം? 1 ആയിട്ട് മാറണം. ദർഫോർ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? സിയുടെ വാല്യൂ കിട്ടും. c എന്തായിരിക്കും? -1 ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. c എന്ത് കിട്ടും? -1 കിട്ടും. അത് തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് കറസ്പോണ്ടിങ് ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഫംഗ്ഷൻ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് എന്തായിട്ട് മാറും? -1/y x-1 ആയിട്ട് മാറും. അല്ലെങ്കിൽ 1/y എന്തായിട്ട് മാറും? -x+1 ആയിട്ട് മാറും. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ ഓർഡേർഡ് പെയർ ആയിട്ടാണ്. എപ്പോഴും ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലായിരിക്കും? ഓർഡേർഡ് പെയർ x, y ഫോർമാറ്റിലായിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഓർഡേർഡ് പെയറിന്റെ മീനിങ് ഇതാണ്. ഫസ്റ്റ് ഓർഡേർഡ് പെയറിന്റെ മീനിങ് എക്സിന്റെ വാല്യൂ -∞ ആകുമ്പം y എന്തായിട്ട് മാറണമെന്ന്? 1 ആയിട്ട് മാറണമെന്ന്. ഇവിടെ നോക്കാം. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/y -x+1 കിട്ടി. ആ ഇക്വേഷനില് എക്സിന്റെ വാല്യൂ -∞ കൊടുത്താല് 1/y എന്തായിട്ട് മാറും? -∞ +∞ ആയിട്ട് മാറും. +∞+1 എന്തായിട്ട് മാറും? ∞ ആയിട്ട് മാറും. 1/y ആണെങ്കിൽ y എന്തായിരിക്കും? 1/∞ ആയിരിക്കും. എന്തായിരിക്കും? 0 ആയിരിക്കും. ദർഫോർ ഓപ്ഷൻ എ റോങ് ആണ്. കാരണം എക്സ് -∞ ആയാല് കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് y 1 എന്നാണ്. ദർഫോർ ഓപ്ഷൻ എ റോങ് ആയിരിക്കും. ഇനി ഓപ്ഷൻ ബി x1 ആകുമ്പം കറസ്പോണ്ടിങ് y എന്താകുമെന്ന്? ∞ ആകുമെന്ന്. നമുക്ക് നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു കിട്ടിയത്? 1/y -x+1 ആണ്. ഇവിടെ എക്സിന് 1 കൊടുത്താൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/y -x എന്ന് പറയുന്നത് എക്സിന് 1 കൊടുത്താൽ -1 ആയിട്ട് മാറും. +1 0 ആയിട്ട് മാറും. 1/y 0. ദർഫോർ y എന്തായിരിക്കും? റെസിപ്രോക്കൽ ഓഫ് 0 1/0 ആയിരിക്കും. എന്തായിരിക്കണം? ∞ ആയിരിക്കണം. ദർഫോർ ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി എന്തായാലും റോങ് ആയിരിക്കും. കാരണം എന്താണ്? എക്സ് 0 കൊടുത്താല് 1/y 1 ആയിട്ട് മാറും. 1/y 1 ആയിട്ട് മാറും. ദർഫോർ y എന്ത് തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഡി എന്തായിരിക്കും? എക്സിന് -∞ കൊടുത്താല് ഫസ്റ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചോ. എക്സ് -∞ കൊടുത്താല് y എന്തായിരിക്കും? 0 ആയിരിക്കും. ദർഫോർ ഓപ്ഷൻ ഡിയും റോങ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അങ്ങനെ ഓർത്തിരിക്കേണ്ട എന്താണ്?
ഈ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനും കറസ്പോണ്ടിങ് ഇനിഷ്യൽ വാല്യൂം തന്നാല് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആ ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് ഓപ്ഷൻ ആണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, കറസ്പോണ്ടിങ് എക്സ് വാല്യൂസിന് ആ വൈ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വൈ വാല്യൂസ് കൊടുത്തതിന് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ആ ഓപ്ഷൻ മാത്രമായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കുന്നത് ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ തന്നിട്ട്, ഡബിൾ ഇന്റഗ്രേഷൻ തന്നിട്ട് ആ പർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഏരിയ എന്തായിരിക്കും. നമുക്കറിയാം ഡബിൾ ഇന്റഗ്രേഷൻ ഓൾവേസ് എന്തായിരിക്കും? ഏരിയ ആയിരിക്കും. ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ഓൾവേസ് വോളിയം ഇന്റഗ്രൽ ആയിരിക്കും. സിംഗിൾ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? ലൈൻ ഇന്റഗ്രൽ ആയിരിക്കും. അന്നേരം ഇതൊരു വെക്ടർ കാൽക്കുലസിന്റെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിരിക്കുന്ന ഇന്റഗ്രേഷൻ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഡി വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവര് എന്താണ് ആ പർട്ടിക്കുലർ ഏരിയ കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വൈ ആക്സിസ് ആയിരിക്കും. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ആക്സിസ് ആയിരിക്കും. വൈ ആക്സിസിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. രണ്ടാമത്തെ ഇക്വേഷൻ വൈ ഈക്വൽ ടു 0 എന്നാണ്. വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതെവിടെ ആയിരിക്കും? എക്സ് ആക്സിസിലായിരിക്കും. എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും വൈയുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. മൂന്നാമത്തെ ഇക്വേഷന്റെ പ്രത്യേകത എന്താണ്? മൂന്നാമത്തെ ഇക്വേഷന്റെ പ്രത്യേകത ഒരു സ്ട്രേറ്റ് ലൈൻ ഫോമിലാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അതിനെ കുറച്ചും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, അന്നേരം അതിന്റെ ലൈനിന്റെ ഗ്രാഫ് നമുക്ക് കണ്ടുപിടിക്കണം. 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഇക്വേഷനിലെ എക്സ് ഈക്വൽ ടു 0 വൈ കണ്ടുപിടിക്കുക, വൈ ഈക്വൽ ടു 0 എക്സ് കണ്ടുപിടിക്കുക. എക്സ് ഈക്വൽ ടു 0 ആകുമ്പം വൈ ഈക്വൽ ടു എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സിമിലർലി വൈ ഈക്വൽ ടു 0 ആയിട്ട് മാറുമ്പം എക്സ് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ദെർഫോർ 1 0യും അതുപോലെ 0 1 എന്ന് പറയുന്ന പോയിന്റും ആ ലൈനിൽ വരുന്നതായിരിക്കും. ആ രണ്ട് പോയിന്റും പരസ്പരം കണക്ട് ചെയ്താൽ കിട്ടുന്ന സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈനിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഓക്കെ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ എക്സ് ഡി എക്സ് ഡി വൈ ഇൻ ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ലൈൻസ്. ഇവിടെ 3 ലൈൻസ് ഉണ്ട്. ആരൊക്കെയാണ്? എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, അതുപോലെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ദെർഫോർ ഈ 3 ലൈൻസും ബൗണ്ട് ചെയ്യുന്ന ഏരിയ എന്താണ്? ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഈ പോർഷൻ ആണ്. ദെർഫോർ നമുക്ക് കിട്ടുന്ന പോർഷൻ എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. അതിന്റെ ബേസ് 1 ആയിരിക്കും. അതിന്റെ ഹൈറ്റും എന്തായിരിക്കും? ഹൈറ്റും 1 ആയിരിക്കും. അന്നേരം ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ജസ്റ്റ് ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ എന്നല്ല അവർ ചോദിച്ചിരിക്കുന്നത്. ഡി എക്സിന്റെ കൂടെ ആരും കൂടെ ഉണ്ട്? എക്സും കൂടെ ഉണ്ട്. ആരും കൂടെ ഉണ്ട്? എക്സും കൂടെ ഉണ്ട്. മിക്കവാറും സ്റ്റുഡൻസ് അസ്യൂം ചെയ്യും ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ദെർഫോർ ഏരിയ ഈക്വൽ ടു എന്താണെന്ന് അസ്യൂം ചെയ്യും? ഹാഫ് ബി എച്ച് ആണെന്ന് അസ്യൂം ചെയ്യും. ഇവിടെ ബേസും ഹൈറ്റും എന്താണ്? 1 ആണ്. ദെർഫോർ ഹാഫ് ഓഫ് 1 into 1 ഈക്വൽ ടു ഹാഫ് എന്ന് കണ്ടുപിടിക്കും. ഓപ്ഷനില് ഒരു 1/2 ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. അതെന്തായിരിക്കും? റോങ് ആയിരിക്കും. കാരണം ഇവിടെ ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ എന്നല്ല തന്നിരിക്കുന്നത്. അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? ഒരു എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറയാം. ഓക്കെ, നമുക്ക് കിട്ടിയ ഏരിയ പോർഷൻ എന്തായിരുന്നു? ഒരു ട്രയാങ്കിൾ ആയിരുന്നു. ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ബേസിലെ ഒരു പോയിന്റ് ഒറിജിനിലായിരിക്കും, 0 ഒരു പോയിന്റ് 1 നെക്സ്റ്റ് തേർഡ് പോയിന്റ് എവിടെ ആയിരിക്കും? 0 1 ആ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഓൾവേസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്ക്. ഇവിടെ എക്സിന്റെ മാക്സിമം വേരിയേഷൻ എന്താണ്?
0 മുതൽ 1 വരെയാണ്. എക്സിന്റെ മാക്സിമം വേരിയേഷൻ 0 to 1 ആണ്. വൈയുടെ വേരിയേഷൻ എന്താണ്? വൈയുടെ വേരിയേഷൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എവിടെ വരെ വേരി ചെയ്യാം? 1 വരെ വേരി ചെയ്യാം. ദർഫോർ ഇവിടെ ഏരിയ കണ്ടുപിടിക്കുമ്പം ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വേരിയേഷൻ എന്ത് ചെയ്യണം? മാക്സിമം എടുക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇന്റഗ്രേഷൻ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഡി വൈ ആണ്. നമ്മൾ ഇവിടെ ഏറ്റവും പുറത്ത് വന്നിരിക്കുന്നത് ഡി വൈ ആണ്. നമ്മൾ ഓർത്തിരിക്കുക, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഷോർട്ട് കട്ട് ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ് ആയിട്ട് ഓർത്തിരിക്കുക. ഔട്ട്സൈഡിൽ വരുന്ന ഇന്റഗ്രേഷൻ എന്താണോ, ഇന്റഗ്രൽ ടേം വൈ ആണെങ്കിൽ ആ വൈയുടെ മാക്സിമം വേരിയേഷൻ എടുക്കുക, 0 to 1 വരെ എടുക്കുക. എക്സ് ആയിരുന്നു വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ മാക്സിമം വേരിയേഷൻ 0 to 1. ഇവിടെ 0 to 2 ആയിരുന്നെങ്കിൽ എങ്ങനെ എടുക്കണമായിരുന്നു? 0 to 2 എടുക്കണമായിരുന്നു. ലാസ്റ്റ് വരേണ്ടത് എന്തായിരിക്കണമായിരുന്നു? ഡി എക്സ് ആയിരിക്കണമായിരുന്നു. ഓക്കെ, തിരിച്ച് ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ഏത് ഫോർമാറ്റിലാണ്? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഡി വൈ ഫോർമാറ്റിലാണ്. ദർഫോർ വൈയുടെ മാക്സിമം വേരിയേഷൻ ഞാൻ അസ്യൂം ചെയ്തു. ദർഫോർ 0 to 1 ആണ് വൈയുടെ ലിമിറ്റ്. ഇവിടെ എക്സിന്റെ ലിമിറ്റ് എന്താണ്? എക്സിന്റെ ലിമിറ്റ് ഇവിടെ മുതൽ ഈ പർട്ടിക്കുലർ പോയിന്റ് മുതൽ എവിടം വരെ വേരി ചെയ്യാം? ആ ലിമിറ്റ് വരെ വേരി ചെയ്യാം. ആ പർട്ടിക്കുലർ ലൈൻ വരെ വേരി ചെയ്യാം. ആ ലൈനിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ. ദർഫോർ ഇൻ ജനറൽ ലൈനിലെ എല്ലാ പോയിന്റിലും എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 1 മൈനസ് വൈ ആയിരിക്കും. എന്താണ്? ലൈനിലെ എല്ലാ പോയിന്റിലും എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 1 മൈനസ് വൈ ആയിരിക്കും. ദർഫോർ എന്താണ്? സിമ്പിൾ മെത്തേഡ് ആയിട്ട് ഓർത്തിരിക്കുക, എക്സിന്റെ വേരിയേഷൻ കൺസിഡർ ചെയ്യുമ്പം ആ എക്സിന്റെ ഇക്വേഷനിൽ ആരായിരിക്കും വരേണ്ടത്? വൈ ആയിരിക്കും വരേണ്ടത്. ആ എക്സിന്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? 0 മുതൽ, അതിന്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ മുതൽ ആ തന്നിരിക്കുന്ന കർവ് വരെ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിള്, ഈ സെയിം ക്വസ്റ്റ്യനില് ഞാൻ എക്സിന്റെ വേരിയേഷൻ 0 to 1 വരെ എടുത്താല് വൈയുടെ വേരിയേഷൻ എവിടം വരെ ആയിരിക്കും? 0 മുതൽ വെർട്ടിക്കലി ആയിരിക്കണം വരയ്ക്കേണ്ടത്. ദർഫോർ 0 to ആ പർട്ടിക്കുലർ ലൈൻ വരെ ആയിരിക്കും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണെങ്കിൽ വൈ ഈക്വൽ ടു എന്തായിരിക്കും? 1 മൈനസ് എക്സ് എന്നായിരിക്കും വരുന്നത്. ഓക്കെ, സിമിലർലി വൈയുടെ വേരിയേഷൻ ആണ് എക്സിന്റെ വേരിയേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടലി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. കാരണം എക്സ് എപ്പോഴും വേരി ചെയ്യുന്നത് എന്താണ്? ഹൊറിസോണ്ടലി ആണ്. ദർഫോർ എക്സിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 to 1 മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? നോർമൽ മെത്തേഡിൽ തന്നെ, നോർമലി എങ്ങനെയാണോ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആ മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ആണ് വന്നിരിക്കുന്നത്. എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കൊടുക്കണം? ആ എക്സിന്റെ ലിമിറ്റ് കൊടുക്കണം. എക്സിന്റെ ലിമിറ്റ് 0 to 1 മൈനസ് വൈ വരാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. ദർഫോർ റിമൈനിങ് ആയിട്ട് ആരുണ്ട്? റിമൈനിങ് ആയിട്ട് വൈയുടെ ഇന്റഗ്രേഷൻ ഉണ്ട്. ദർഫോർ ഡി വൈ നമുക്ക് അവിടെ തന്നെ ഇടാം. ഓക്കെ, നെക്സ്റ്റ് വൈയില് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ എക്സില് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുക. അപ്പർ ലിമിറ്റ് മൈനസ് എന്തെടുക്കുക? ലോവർ ലിമിറ്റ് എടുക്കുക. ദർഫോർ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് സ്ക്വയറില് 1 മൈനസ് വൈ കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? 1 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആയിട്ട് മാറും. ഓക്കെ, 1 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആയിട്ട് മാറും. 0 കൊടുക്കുമ്പം എക്സ് എന്ന് പകരം 0 കൊടുത്താല് 0 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആയിട്ട് മാറും. ദർഫോർ 0യെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്ക് 1 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി വൈ എന്താണ്? ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി വൈ എന്ന് പറയുന്നത് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്. വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്. സിമിലർലി വൈ സ്ക്വയറിന് പകരം എന്താണ്? 1 മൈനസ് വൈ സ്ക്വയർ വന്നാലും 1 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ വന്നാലും അതിന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? 1 മൈനസ് വൈ ദ ഹോൾ റേസ് ടു 2 പ്ലസ് 1 3 ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. അതിന്റെ കൂടെ 1 മൈനസ് വൈയുടെ ഡിഫറൻസിയേഷൻ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 1 മൈനസ് വൈയുടെ ഡിഫറൻസിയേഷൻ എന്താണ്? 1ന്റെ ഡിഫറൻസിയേഷൻ 0 ആണ്. മൈനസ് വൈയുടെ ഡിഫറൻസിയേഷൻ -1 ആണ്.
Therefore, -1 ഇവിടെ വരും, ഡിനോമിനേറ്ററിൽ വരും. Therefore, 1 minus y the whole square ന്റെ ഡിഫറൻസിയേഷൻ 1 minus y the whole cube divided by 3 multiplied with -1 ആണ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 1 minus y the whole square divided by ഓൾറെഡി 2 ഉണ്ട്, 2 multiplied with 3 6 ആയിട്ട് മാറും. മൈനസിനെ ഞാൻ മുകളിൽ എഴുതി. അതിന്റെ ലിമിറ്റ് എന്താണ്? 0 to 1 ആണ്. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം വൈക്ക് പകരം അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? 1 minus 1 the whole square ഈക്വൽ ടു 0 ആയിട്ട് മാറും. എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, -1 ഉണ്ട്, ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഒരു 6 ഉണ്ട്. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോ എന്തായിട്ട് മാറി? അപ്പർ ലിമിറ്റ് കൊടുത്തപ്പം 1 minus 1 എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. Therefore, ഫൈനൽ ആൻസർ ഈക്വൽ ടു എന്തായിരിക്കും? 0 മൈനസ് ലോവർ ലിമിറ്റ് വൈക്ക് കൊടുത്താല് 0 കൊടുത്താല് 1 minus y ഈക്വൽ ടു എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. 1 സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും. Therefore, -1/6 multiplied with -1 ഈക്വൽ ടു എന്തായിട്ട് മാറും? 1 divided by 6 ആയിട്ട് മാറും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കുക. എന്താണ്? ഏരിയ അണ്ടർ ദ കർവ്, അല്ലെങ്കിൽ വോളിയം അണ്ടർ ദ കർവ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലൈൻ ഇന്റഗ്രൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ കർവ്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാല് അത് ആക്ച്വലി എന്താണ്? ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ ആണ്. അത് ലൈൻ ഇന്റഗ്രൽ, അല്ലെങ്കിൽ വോളിയം ഇന്റഗ്രൽ, അല്ലെങ്കിൽ സർഫസ് ഇന്റഗ്രലിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d² y by dx² minus 4 dy by dx plus 13y equal to 0. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഇതാണ്. റൈറ്റ് സൈഡിൽ എന്താണ്? 0 ആണ്. റൈറ്റ് സൈഡിൽ 0 വന്നാല് ആ ഇക്വേഷനെ നമുക്ക് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയാം. Therefore, ഇവിടുത്തെ സൊല്യൂഷനില് നോർമൽ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനില് കോംപ്ലിമെന്ററി ഫംഗ്ഷനും വരും, അതുപോലെ പർട്ടിക്കുലർ ഇന്റഗ്രലും വരും. ഇവിടെ റൈറ്റ് സൈഡിൽ 0 ആണെങ്കിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore, ആൻസർ എന്ത് മാത്രമായിരിക്കും? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമായിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഫോർമാറ്റിൽ തന്നാല് അതിന് എന്തായിട്ട് എഴുതും? ഒരു നോർമൽ ഇക്വേഷന്റെ ഫോർമാറ്റിൽ എഴുതും. d² y by dx²ല് d² dx², ഡബിൾ ഡെറിവേറ്റീവ് d² by dx²നെ എങ്ങനെ എഴുതാൻ പറ്റും? d² എന്ന് എഴുതാം. -4 dy by dx-ല് d by dx-നെ എങ്ങനെ എഴുതാം? 4d എന്ന് എഴുതാം. +13 എന്ന് മാത്രം എഴുതി. അന്നേരം ഈ പോളിനോമിയൽ ഓപ്പറേറ്റിംഗ് ഓൺ y ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. അന്നേരം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഞാൻ ഈ ഫോർമാറ്റിൽ എഴുതി. ഓക്കെ, ഈ ഫോർമാറ്റ് എഴുതിയാൽ അതിന്റെ കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ എന്തായിരിക്കും? ഡി എന്താണ്? റീപ്ലേസ്ഡ് വിത്ത് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എ വേരിയബിൾ എം ആക്കി മാറ്റി. കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾ എം ആക്കി മാറ്റി. Therefore, കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ എന്തായിരിക്കും? m² - 4m + 13 ഈക്വൽ ടു 0 എന്നാണ്. ഒരു ഓക്സിലറി ഇക്വേഷൻ കിട്ടിയാല് ആ ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ കിട്ടിയാല് ആ ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ റൈറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ സൊല്യൂഷനിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ വരത്തുള്ളൂ. ആ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഈ ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സൊല്യൂഷൻ ഓഫ് എന്താണ്? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആ പോളിനോമിയലിന്റെ വേരിയബിളിന്റെ വാല്യൂ ആണ്. ഈ പോളിനോമിയലിന്റെ വേരിയബിളിന്റെ വാല്യൂ ആണെന്ത്? അതിന്റെ കറസ്പോണ്ടിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ കറസ്പോണ്ടിങ് പോളിനോമിയൽ എന്താണ്? m² - 4m + 13 ഈക്വൽ ടു 0 എന്നാണ്. നമുക്കറിയാം ax² + bx + c ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സ്ക്വയർ 2 പോളിനോമിയൽ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് റൂട്ട്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൊല്യൂഷൻ എന്തായിരിക്കും? -b ± square root of b² - 4ac
റൂട്ടിനകത്താണ്. ഡിവൈഡ് ബൈ എന്തായിരിക്കും? 2 ടൈംസ് എ ആയിരിക്കും. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ഡിസ്ക്രിമിനന്റ് ആയിരിക്കും. അതിന്റെ വാല്യൂവിനനുസരിച്ചായിരിക്കും അതിന്റെ റൂട്ട് വേരി ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുത്തെ കറസ്പോണ്ടിങ് എം ഈക്വൽ ടു നമുക്ക് എഴുതാം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഓഫ് -4 എന്തായിട്ട് മാറും? +4 ആയിട്ട് മാറും. പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ, ഇവിടെ -4ന്റെ സ്ക്വയർ എന്തായിട്ട് മാറും? നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും ഓൾവേസ്. 4 സ്ക്വയർ 16 ആയിട്ട് മാറും. 16 മൈനസ് 4 ഇൻറ്റു എക്ക് പകരം എം സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കും. 1 മൾട്ടിപ്ലൈഡ് വിത്ത് സിക്ക് പകരം എന്തായിരിക്കും? 13 ആയിരിക്കും. ഡിവൈഡഡ് ബൈ ആരുണ്ട്? 2 ടൈംസ് എ ഉണ്ട്. 2 ടൈംസ് എ 2 ഇൻറ്റു 1 ഈക്വൽ ടു 2 തന്നെ ആയിരിക്കും. ഇവിടെ നോക്ക്, ന്യൂമറേറ്ററിൽ 16 മൈനസ് 4 ഇൻറ്റു 13 ആണ്. 4 ഇൻറ്റു 13 എന്താണ്? 26, 52 ആയിട്ട് മാറും. 4 ഇൻറ്റു 13 ഈക്വൽ ടു 52 ആയിരിക്കും. 52 നെഗറ്റീവ് ആണ്. +16 മൈനസ് 52 ഈക്വൽ ടു എന്തായിട്ട് മാറും? 36 ആയിട്ട് മാറും. പക്ഷെ അവിടെ നെഗറ്റീവ് വരും. ദെർഫോർ റൂട്ടിനകത്ത് എന്തായിരിക്കും? നെഗറ്റീവ് ഓഫ് 36 ആയിരിക്കും. ഡിവൈഡ് ബൈ എന്ത് വരും? 2 വരും. നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് വന്നാല് അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എന്താണ്? അയോട്ടയായിട്ട് അല്ലെങ്കിൽ ഇമാജിനറി നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദർഫോർ -36 റൂട്ടിന് പുറത്ത് വരുമ്പം അതെന്തായിട്ട് മാറും? 4 പ്ലസ് ഓർ മൈനസ് 36ന്റെ എന്താണ് റൂട്ട് പുറത്ത് വരുമ്പം 6 ആയിട്ട് മാറും. നെഗറ്റീവിന്റെ റൂട്ട് അല്ലെങ്കിൽ -1ന്റെ റൂട്ട് എന്തായിട്ട് മാറും? ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 2 ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് 3 ടൈംസ് ആയിട്ട് മാറും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. ഇനി ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്, ഒരു ഓക്സിലറി ഇക്വേഷന്റെ റൂട്ട് അതിനെ ഞാൻ എക്സ് എന്നെടുത്തു അല്ലെങ്കിൽ എക്സ് എന്നെടുത്തു. എക്സ് ഈക്വൽ ടു ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൊല്യൂഷൻ ഈക്വൽ ടു എന്തായിരിക്കും? ഇ റേസ് ടു ആൽഫ എക്സ്. ആൽഫ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയിരിക്കും. ഇ റേസ് ടു ആൽഫ എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ്. C1 എന്ന് എടുക്കാം അല്ലെങ്കിൽ എ എന്ന് എടുക്കാം, എന്ത് കോൺസ്റ്റന്റ് ആയിക്കോട്ടെ. എ ഇൻറ്റു സൈൻ ഇമാജിനറി ടൈം. ഇവിടുത്തെ ഇമാജിനറി ടൈം എന്താണ്? ബീറ്റ എക്സ് ആണ്. എ സൈൻ ബീറ്റ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് ബീറ്റ എക്സ് ഫോർമാറ്റിലായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഓക്സിലറി ഇക്വേഷന്റെ റൂട്ട്സ് ഇമാജിനറി റൂട്ട്സ് ആണെങ്കിൽ, കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് റൂട്ട്സ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈക്വൽ ടു എന്തായിരിക്കും? ഇ റേസ് ടു റിയൽ പാർട്ട് ഇൻറ്റു വേരിയബിൾ മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ ഇമാജിനറി പാർട്ട് ഇൻറ്റു വേരിയബിൾ പ്ലസ് എന്തായിരിക്കും? എ കോൺസ്റ്റന്റ് ഇൻറ്റു കൊസൈൻ ഓഫ് ഇമാജിനറി പാർട്ട് ഇൻറ്റു വേരിയബിൾ ആയിരിക്കും. അന്നേരം എക്സ് ആണ് വേരിയബിൾ എങ്കിൽ ഇ റേസ് ടു ആൽഫ എക്സ് പ്ലസ് എ സൈൻ ബീറ്റ എക്സ് പ്ലസ് ബി കോസ് ബീറ്റ എക്സ് ഫോർമാറ്റിലായിരിക്കും. ഇവിടെ ആൽഫ 2 ആണ്. ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് റൂട്ട്സ് കണ്ടുപിടിച്ചപ്പം ആൽഫ 2 കിട്ടി, ബീറ്റ എന്ത് കിട്ടി? 3 കിട്ടി. ദെർഫോർ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ്. ഇവിടുത്തെ ആൽഫ എക്സ് എന്തായിരുന്നു? ഇ റേസ് ടു 2x ആയിരുന്നു. എ സൈൻ ബീറ്റ എക്സ് തിരിച്ചു വേണമെങ്കിൽ എഴുതാം. ഇവിടെ എയും ബിയും ജസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. ദെർഫോർ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ എ സൈൻ ബീറ്റ എക്സ് എന്ന് ആദ്യം എഴുതി, പ്ലസ് എന്തായിരിക്കും? ബി കോസ് ബീറ്റ എക്സ് ആയിരിക്കും. എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലേ, അല്ലെങ്കിൽ C1 C2 എന്ന് കൊടുത്താലും കുഴപ്പമില്ല. അത് ജസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. ദെർഫോർ ഈ ഫോർമാറ്റിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദെർഫോർ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ.